മയ്യത്ത് നമസ്കാരങ്ങളിൽ ചിലയിടങ്ങളിലെല്ലാം പള്ളിയിൽ മയ്യത്തിനെ പ്രവേശിപ്പിച്ച് ആളുകൾ ഒതെടുത്തുകൊണ്ടിരിക്കെ ഉസ്താദ് മയ്യത്ത് നമസ്കാരം തുടങ്ങുന്നത് വരെ അഥവാ ആളുകൾ ഒതെടുത്ത് കഴിയുന്നത് വരെ ചില സ്ഥലങ്ങളിൽ സൂറത്തുൽ ഇഖ്ലാസ്, മറ്റിടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ഇങ്ങനെ കൂട്ടം കൂട്ടമായി ദിക്ർ ചൊല്ലുന്ന ഒരു ശൈലി പലയിടത്തും കാണുന്നു. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിൻ്റെയോ മാതൃകയുണ്ടോ? ആ കാലത്ത് മയ്യിത്ത് നമസ്കാരത്തിന് ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. ഓരോ ഇസ്ലാമിലില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓരോ രൂപത്തിൽ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മയ്യത്ത് പിന്നെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മയ്യത്ത് നമസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അയാളെ കബറിലേക്ക് കൊണ്ടുവെക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു ശൈലി എന്ന് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാം, അസ്രിഉ അൽ ജനാസ, നിങ്ങൾ ജനാസയെ പെട്ടെന്ന് പിന്നെ കൊണ്ടുപോകണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്ത് നല്ല മനുഷ്യനാണ് എങ്കിൽ, നല്ല മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ ആ ആത്മാവ് പറയും കദ്ദിമൂനി, എത്രയും പെട്ടെന്ന് തന്നെ കബറിലേക്ക് കൊണ്ടുവെക്കൂ എന്ന് പറയുന്നതാണ്. ചീത്ത ആത്മാവാണ് ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ എന്തിനാണ് ആ ഭാണ്ഡം നിങ്ങളെ ചുമലിൽ കയറ്റി വെക്കണം, എത്രയും പെട്ടെന്ന് അതങ്ങ് ഇറക്കി വെച്ചൂടെ എന്നാണ്. ഇവിടെ എത്രയും പെട്ടെന്ന് കഴിവിന്റെ പരമാവധി വേഗതയിൽ ആ മയ്യത്തിന് വേണ്ട തജ്ഹീസാത്തുകളൊക്കെ നടത്തി മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മയ്യത്ത് എത്രയും പെട്ടെന്ന് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് കബറിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹാബികളൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുലുങ്ങുന്ന അവസ്ഥയിലായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോ ആ രൂപത്തിൽ വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ആ മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്ത് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു പോരുക, എന്നിട്ട് ആ മയ്യത്തിന് ചോദ്യം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുമുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതുപോലൊരു മയ്യത്ത് അവർ പെട്ടെന്ന് തന്നെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കബറിലേക്ക് കൊണ്ടുവന്നപ്പോൾ കബർ കുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പിന്നെ കബറിന്റെ മണ്ണിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടിയ ആളുകൾക്ക് പിന്നെ വേണ്ടിയിട്ടൊരു ഉപദേശം കൊടുത്തതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആയോ അല്ലെങ്കിൽ പ്രത്യേകമായ സൂറത്തുകൾ പാരായണം ചെയ്യുക ഒന്നുമല്ല നബി ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തില് ആ ഒരു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞാലുള്ള മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വഹാബികൾക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള വളരെ മനസ്സിൽ തട്ടുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ പിന്നെ വാളുകൾ അവിടെ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതും അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടിയത് കൊണ്ട് മാത്രം അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെ ഉള്ള അതിന്റെ നിസ്കാരത്തിന്റെ ഇടയിൽ പ്രത്യേക സമയം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായ സൂറത്തുകൾ പാരായണം ചെയ്യുക, ദിക്ർ ചെല്ലുക, അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായിട്ട് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ഇവിടെ എല്ലാം കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കബറിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കുഴിയുടെ നിർമ്മാണം ബാക്കി കിടക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല. അപ്പൊ ആ സമയത്ത് പിന്നെ അവിടെ കൂടിയ ആളുകൾക്ക് നല്ലൊരു മരണവുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെ മനസ്സിലും വളരെ ഭയങ്കരമായൊരു പ്രയാസം ഉണ്ടാകുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ അതിനെ ദീനിയായ അവരുടെ മനസ്സിൽ ഒരു തസ്കിയത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയും ആ സമയത്ത് ഉപയോഗപ്പെടുത്തണം. അതും മൊത്തത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഉപദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നൽകിയത്. അതും അത്തരം ഒരു സാഹചര്യം കിട്ടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത് എന്നാണ്. അതല്ലാത്ത നിലക്ക് ഒരു മയ്യത്തിനെ ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ പിന്നെ ഒളു എടുത്ത് നിസ്കാരം കഴിഞ്ഞ് വരുന്നത് വരെ പ്രത്യേകമായ സൂറത്തുകൾ ചെല്ലുക, പ്രത്യേകമായ ദിക്റുകൾ ചെല്ലുക, പ്രത്യേകമായ രൂപത്തിലുള്ള പ്രാർത്ഥന നടത്തുക, ഇതിനൊന്നും യാതൊരു തെളിവും പ്രമാണങ്ങളിൽ നമുക്ക് കാണാം. നബി അങ്ങനെ ചെയ്തിട്ടില്ല. സ്വഹാബികളോ താബികളോ ഇമാമികളോ ഉത്തമ തലമുറയിൽ ജീവിച്ച ആളുകളൊന്നും അങ്ങനെ ചെയ്തതായി ഒരു രേഖയും സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നബി എന്താ പറഞ്ഞത് അത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മതപരമായ പ്രാമാണികമായ ഒരു അടിത്തറയോ ഒരു പിന്തുണയോ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല അഅലം വഅഹ്കം.